ഓരോ ദൈവമക്കൾക്കും എക്കാലവും ഉറപ്പും ധൈര്യവും നൽകുന്ന കാര്യമാണ് ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന ദൈവശബ്ദം. അങ്ങനെയൊരു ദൈവശബ്ദമായി ഇന്ന് പറയാൻ പോകുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. യിരെമ്യാവ് പറയുകയാണ്, എന്നെ ഉപദ്രവിക്കുന്ന ധാരാളം പേരുണ്ട്, പക്ഷെ അവരാരും എന്നെ ജയിക്കത്തില്ല. എന്താണത് പറയാൻ കാരണം? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷേ അവർ നിന്നെ ജയിക്കുകയില്ല. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ പ്രതിസന്ധികളോ പോരാട്ടങ്ങളോ സഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുക, ലവലേശം കുലുങ്ങണ്ട, ഏതു വെല്ലുവിളി വന്നാലും അതിനകത്ത് ജയിക്കുവാൻ നിനക്ക് ദൈവം കൃപ തരും. അതിന്റെ കാരണം എന്താ? യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല അർത്ഥം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ യോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ യോസഫിന് പ്രതിസന്ധി ഉണ്ടായിരുന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വലിയ വെല്ലുവിളി അവിടെ ഉണ്ടായി, പക്ഷെ യോസഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവമുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ലെന്നല്ല അർത്ഥം. ദൈവമുണ്ടെങ്കിൽ ഏതു പ്രശ്നം വന്നാലും അതിനകത്തൊന്ന് അത്ഭുതകരമായി നീ പുറത്തു വരും. നിന്നെ കുരുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും ശക്തികളും നോക്കി നിൽക്കെ ദൈവം നിന്നെ അത്ഭുതകരമായി വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരുടെ മേൽ നിനക്ക് അധികാരം തന്ന് നിന്നെ ഇരിപ്പിടത്തിൽ ഇരുത്തുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് യിരെമ്യാ പറയാ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എത്ര പേര് ഇന്ന് എന്നോട് ചേർന്ന് പറയും, ദൈവം എൻ്റെ കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നവർ, നിന്റെ ഭവനത്തെ ഉപദ്രവിക്കുന്നവർ, അവർക്കിനിയും നിലനിൽപ്പില്ല, അവർ ഇടറി വീഴും. കാരണം അവർ എന്നെ ജയിക്കത്തില്ല, കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ ഒതുക്കുവാൻ ഒരു ഹാമാനും അവരുടെ കൂട്ടരും എഴുന്നേറ്റിട്ടും വേദപുസ്തകം എഴുതിയിരിക്കുക, അവന് യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാ, ഒരു ശക്തികളും ജയിക്കാത്ത ഒരു വിജയം നിനക്ക് തരാൻ പോകാം. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങളെ ഇത്രത്തോളം നടത്തിയത് കൊണ്ട് സ്തോത്രം. ഇനിയും നടത്തണം കർത്താവേ, ഇനിയും വലിയവ ചെയ്യണം കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജയം നിനക്കുണ്ട്, ഉറപ്പ്. ഗോഡ് ബ്ലസ് യു.